ഹലോ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു ഹ്യൂമനിസം ആൻഡ് ലോജിക്കിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ്. ഇതിവിടെ ചെയ്യുന്നത് ഇത് തന്നെ വരുമെന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ ഇവിടെ ചെയ്തിടുന്നതാണ്. കാരണം പല സ്റ്റുഡൻസിനും എക്സാമിൻ്റെ അപ്പിയറൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 പേജ് എഴുതുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഏത് പാറ്റേണിലാണ് നമ്മൾ എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിൻ്റെ ഇതെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് 70 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ബാക്കി നിങ്ങൾക്ക് ഇൻറ്റേർണലാണ്. അപ്പോൾ സെക്ഷൻ എയിൽ 10 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാവും. അതിനകത്ത് 15 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 1 വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 വേർഡ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. വാട്ട് ഡസ് ദ വേർഡ് ഉബുണ്ടു മീൻസ്? ഉബുണ്ടു എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? ഹ്യൂമാനിറ്റി എന്നാണ് ഉബുണ്ടു എന്ന വാക്കിൻ്റെ മീനിങ്. വാട്ട് ഈസ് ധർമ്മപാത മീൻസ്? ധർമ്മപാത എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധൻ്റെ ബുക്ക് കൺസിസ്റ്റ് ഓഫ് ബുദ്ധ ടീച്ചിങ്. ബുദ്ധൻ്റെ ടീച്ചിങ് അടങ്ങിയ ഒരു ബുക്കിനെയാണ് ധർമ്മപാത എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോൾഡ് ദ ശ്രദ്ധ ഇൻ ഇന്ത്യൻ ഫിലോസഫി? ശ്രദ്ധ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്? ട്രസ്റ്റ് ആൻഡ് അറ്റൻഷനെയാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗാപ്പ്? അഗാപ്പ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഗോഡ് ഈസ് അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് മെൻ ഓർ സെൽഫ്ലെസ് ലവ് ബിറ്റ്വീൻ. ഗോഡ് ഈസ് അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് മെൻ ഓർ സെൽഫ്ലെസ് ലവ് ബിറ്റ്വീൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കിനോസിസ്? കിനോസിസ് മീനിങ് സെൽഫ് എംഡിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സ്വയം പരിത്യാഗം എന്നാണ് അതിനെ പറയുന്നത്. സ്വയം പരിത്യാഗം, സെൽഫ് എംഡിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വാട്ട് ഈസ് ഇൻസാൻ ഇൻ ഇസ്ലാം? ഇസ്ലാം ഹ്യൂമാനിറ്റിയിലാണ്. ഇൻസാൻ എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി എന്നാണ് ഇസ്ലാമിൻ്റെ മീനിങ്. വാട്ട് ഡസ് കരുണ മീൻസ് ഇൻ ബുദ്ധ? കരുണ മീൻസ് എന്താണ്? സിമ്പതി ടുവേഴ്സ് ഓൾ. മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഇൻ ഹി ഈസ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞ ഫിലോസഫർ ആരാണ്? റൂസോയാണ്. മാൻ ഈസ് ബോൺ എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞത്. ഹൂ റോട്ട് ജാതി നിർണയം? ശ്രീനാരായണ ഗുരുദേവനാണ് ജാതി നിർണയം എഴുതിയത്. അടുത്തത് 10ാമത്തെ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ഒരു മനുഷ്യൻ? ഒരു മനുഷ്യൻ എന്ന് എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് എഴുതിയത്. അടുത്തത്, വാട്ട് ആർ ദ 4 കൈൻഡ്സ് ഓഫ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് ക്ലാസിഫൈഡ് ബൈ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി? ക്വാളിറ്റിയുടെയും ക്വാണ്ടിറ്റിയുടെയും അടിസ്ഥാനത്തിൽ കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻസിനെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ പ്രിപ്പോസിഷൻ, യൂണിവേഴ്സൽ നെഗറ്റീവ് ഇ പ്രിപ്പോസിഷൻ, പർട്ടിക്കുലർ അഫർമേറ്റീവ് ഐ പ്രിപ്പോസിഷൻ, പർട്ടിക്കുലർ നെഗറ്റീവ് ഒ പ്രിപ്പോസിഷൻ. അടുത്തത്, വാട്ട് ആർ ദ ഡിഫറൻസ് ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? ലാംഗ്വേജിൻ്റെ ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ, എക്സ്പ്രസീവ് ഫംഗ്ഷൻ, ഡയറക്റ്റീവ് ഫംഗ്ഷൻ, സെറിമോണിയൽ ഫംഗ്ഷൻസ് ആൻഡ് പെർഫോമേറ്റീവ് ഫംഗ്ഷൻസ്. ഇതാണ് ലാംഗ്വേജിൻ്റെ. അതിന് വാട്ട് ആർ ദ റീസൺ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പ്ലനേഷൻ ഈസ് ഡൺ ബൈ ഗിവിംഗ് റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ഫിനോമിന. ഒരു സംഭവം സംഭവിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ റീസൺ വഴി നൽകുന്നതിനെയാണ്, അതായത് റീസണൽ കപ്പാസിറ്റി വെച്ച് നൽകുന്നതിനെയാണ് റീസൺ മോഡൽ എന്ന് പറയുന്നത്. ഹൗ ഡിഡ് മാർസ് കൺസിഡർ ഇമാൻസിപ്പേഷൻ? ഇമാൻസിപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് മാർസ് കൺസിഡർ ചെയ്യുന്നത്? ലിബറേഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷനെയാണ് മാർസ് ഇമാൻസിപ്പേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ടെസ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫിലോസഫി ആൻഡ് ടീച്ചിങ് ഓഫ് ശ്രീനാരായണ ഗുരു കോംപ്രിഹെൻസീവ് ഫോർമാറ്റ്? കോംപ്രിഹെൻസീവ് ഫോർമാറ്റിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ വർക്കും കൂടെ ഒരു ബുക്കിൽ ഒരു കോംപ്രിഹെൻസീവ് ഫോമിൽ കാണപ്പെടുന്ന ഏത് വർക്കിലാണ്? അനുകമ്പ ദശകത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഫിലോസഫിയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത സെക്ഷൻ ബി ആണ്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഇൻറ്റു 2 or 3 സെൻറ്റൻസസ്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് 2 or 3 സെൻറ്റൻസിൽ എഴുതുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. വാട്ട് ഈസ് ഇൻസാനിയ? ഇൻസാനിയ എന്ന് പറയുന്നത് ഈ സെറ്റ് ടു ബി ഹ്യൂമൻ ആസ് ഇൻസാൻ, ഹ്യൂമൻസ് എന്നാണ്. അതായത് മനുഷ്യനെയാണ് ഇൻസാൻ എന്ന് പറയുന്നത്. ഇൻസാനിയ ഈ സെറ്റ് ഫോർ ദ മാനർ ഓഫ് ദ പീപ്പിൾ ഷുഡ് ആക്ട് ഈച്ച് അതർ. ഓരോ വ്യക്തികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യേണ്ടത്, അതിനാണ് ഇൻസാനിയ എന്ന് പറയുന്നത്. ഇത് ഖുറാനിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതാണ് ഇൻസാൻ എന്ന് പറയുന്നത്. ദ റൂൾ ഓഫ് ഇസ്ലാം ഈസ് കെപ്റ്റ് സീൻ ഇൻസാനിയ ഇൻ ആക്ഷൻ. ഇസ്ലാം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഇൻസാനിയത്ത് വേണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും നമുക്ക് ഹ്യൂമാനിറ്റി വേണം, ഹ്യൂമൻസ് ആക്ഷൻസ് വേണം. അതാണ് ഇൻസാനിയ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഉബുണ്ടു? ഉബുണ്ടു എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ലാംഗ്വേജ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു വാക്കാണ്. അതിന് ഇറ്റിമോളജിക്കൽ വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആൻഡ് ഉബു. ഇൻഡു മീൻസ് ഹ്യൂമൻ, ഉബു മീൻസ് പ്രിഫൈസ് ദ ടേം. അതായത് നുഗ്രിൻ ലാംഗ്വേജിൽ അതിനെ പ്രിഫൈസ് എന്നാണ് പറയുന്നത്. അത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ പ്രൈമറിലി മീൻസ് ഹ്യൂമാനിറ്റിയാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. ഉബുണ്ടു ഇൻക്ലൂഡിങ് കൈൻഡ്നെസ്, ഗുഡ്നെസ്, ജനറോസിറ്റി, ഫ്രണ്ട്നെസ്, കമ്പാഷൻ എക്സെട്ര. വാട്ട് ഈസ് ദ ഫോക്കസസ് ഓഫ് ബഷീർസ് ഒരു മനുഷ്യൻ എന്ന കഥയിൽ ബഷീർ ഫോക്കസ്
ചെയ്യുന്നത് എന്താണ്? ബഷീർ ദാറ്റ് എംഫസൈസ് ദ വാല്യൂ ഓഫ് ഹ്യൂമാനിറ്റീസ് ഹെർട്ട് ടച്ചിങ് മാനർ, അതായത് മനുഷ്യന്റെ ഹ്യൂമാനിറ്റിയുടെ വാല്യൂ നമുക്ക് ഹാർട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ കഥ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്റ്റോറി അസെപ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്ഥലമായാലും ഈവൻ ഒരു ശത്രു കൈൻഡ്നെസ് ആയിട്ടുള്ള ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശത്രുവിൻ മനോഭാവമുള്ള ആളായാലും അയാൾ എവിടെ ജീവിച്ചായാലും അൺവർത്തി ലൈഫ് ജീവിച്ചാലും അയാളിൽ നിന്നും നമുക്ക് ഹ്യൂമാനിറ്റി കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ഗാന്ധിസ് വ്യൂ ഓൺ ട്രസ്റ്റിഷിപ്പ്. ഗാന്ധിജിയുടെ കോൺസെപ്റ്റ് പ്രകാരം ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ഷുഡ് ബി ഹെൽഡ് ആൻഡ് യൂസ്ഡ് ബൈ ദ വെൽത്ത്. അതായത് വെൽത്ത് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? വെൽത്ത് നോട്ട് ഫോർ ദെയർ പേഴ്സണൽ ബെനിഫിറ്റ്. സമ്പത്ത് നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത്. സമ്പത്ത് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് പോലെ നമ്മൾ നിന്നിട്ട് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം. ഈ ബിലീവ്ഡ് ദാറ്റ് റിച്ച് പൈസ ഉള്ളവർ, അല്ലെങ്കിൽ റിച്ച് പേഴ്സൺ എന്ന് പറയുന്നത് പൈസയുടെ കസ്റ്റോഡിയനാണ്. അവരെപ്പോഴും ലെസ് ഫോർച്യൂണായിട്ടുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം, ബെറ്റർമെന്റിന് വേണ്ടി ശ്രമിക്കണം. ഈ ഐഡിയ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റും ലേബറും തമ്മിലുള്ള ആ ഒരു അന്തരം തന്നെ ഇല്ലാതാവും. സോഷ്യൽ ഇക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. അടുത്ത വാട്ട് ഈസ് ദ നചികേതൻ ക്വസ്റ്റ്യൻ ഹിസ് ഫാദർ. എന്താണ് അതായത് ഫാദറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? നചികേതൻ ക്വസ്റ്റ്യൻ ഹിസ് ഫാദർ. വജ്രസവൻ രാജാവിൻ്റെ അടുത്ത് ചോദിച്ചു, സാക്രിഫൈസസ് ചെയ്യുന്ന സമയത്ത് ഹീസ് ഗീവ് ടു ഓൾഡ് ആൻഡ് വീക്ക് കാറ്റിൽസിനെ കൊടുത്ത സമയത്ത് നചികേതൻ പറഞ്ഞു ഇറ്റ് ഈസ് ഇൻസിൻസിയർ ആണ്, അൺവർത്തി എന്ന് പറഞ്ഞു. ബിക്കോസ് നമ്മൾ റൈറ്റ്നെസ് ആയിട്ട് സാക്രിഫൈസസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹി ഹാവ് എ ട്രൂ വാല്യൂ വേണം. നചികേതൻ ആസ്ക്ഡ് ഹിസ് ഫാദർ. അതുകൊണ്ടാണ് നചികേതൻ പറഞ്ഞത് നചികേതൻ്റെ അച്ഛൻ്റെ പ്രവൃത്തിയിലുള്ള എത്തിക്സിനെ ചോദ്യം ചെയ്യുകയും അതിന് അൾട്ടിമേറ്റ്ലി നചികേതൻ്റെ സ്പിരിച്വൽ ലേണി അവിടെ തുടങ്ങുകയും അദ്ദേഹം യമദേവനെ സമീപിക്കുകയും ചെയ്തു. അതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. വാട്ട് ഈസ് കിനോസിസ്? കിനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിനോസിസ് ഇസ് എ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. കിനോസിസ് എന്ന് പറയുന്നത് സെൽഫ് എംഡിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഇൻകാർനേഷൻ. അദ്ദേഹത്തിൻ്റെ അവതാരം അല്ലെങ്കിൽ ഇൻകാർനേഷൻ തന്നെ സെൽഫ് എംഡിങ് ആണ്. അതായത് സ്വയം പരിത്യാഗം. അതായത് ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് എംഡി, ഇല്ലാതാവുക അല്ലെങ്കിൽ ഒന്നും ഇല്ലാതാവുക. ഇതെന്ന് പറയുന്നത് ഫിലിപ്പൻസ് 2:7 ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എംഡിഡ് ഹിംസെൽഫ്. നമ്മൾ തന്നെ എം ഡി ആയി തീരുക. ബൈ ടേക്കിംഗ് ഫ്രം ദ സെർവൻ്റ് ആൻഡ് ബീയിങ്. നമ്മളെ മനുഷ്യന് വേണ്ടി സെർവൻ്റായിട്ട് ജോലി ചെയ്യുക. ദ കൺസെപ്റ്റ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഹ്യൂമാനിറ്റിയും വിൽനെസ്സിനെയും ഒക്കെയാണ് ഇത് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ഡിവൈൻ പ്രിവിലേജസ് ആയിട്ടുള്ള ഒരു ആളാണ്. എങ്കിൽ കൂടിയും അദ്ദേഹം ഹ്യൂമൻ സഫറിങ് അനുസരിച്ചിട്ട് അദ്ദേഹം മനുഷ്യപുത്രനായിട്ട് ജനിച്ചു വളരെ ദയനീയമായ ക്രൂസിഫിക്കേഷനിലൂടെ മരണം വരിച്ച ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇൻകാർനേഷൻ ചെയ്തത് കിനോസിസിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ്. കിനോസിസിൻ്റെ ഒരു മാനവരാശിക്ക് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. വാട്ട് ആർ ദ 2 ഒബ്ജക്റ്റീവ്സ് ഇൻ ദ ജനറൽ തിയറീസ് ഓഫ് ഡിഡക്ഷൻ. ഡിഡക്ഷൻ്റെ 2 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഡിഡക്ഷൻ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ പ്രിമിസസ് ആൻഡ് കൺക്ലൂഷൻ ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. അതായത് പ്രിമിസസും കൺക്ലൂഷനും തമ്മിലുള്ള ആർഗ്യുമെന്റുകളാണ് ഡിഡക്ഷനിൽ പറയുന്നത്. പ്രിമിസസ് എന്ന് വെച്ചാൽ മൈനർ പ്രിമിസസ്, മേജർ പ്രിമിസ്. മൈനർ പ്രിമിസ് 2 പ്രിമിസസിൽ നിന്ന് പുതിയ കൺക്ലൂഷൻസ് കൊണ്ടുവരുന്നു. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. രണ്ടാമത് ടു പ്രൊവൈഡ് ദ ടെക്നിക് ഫോർ ഡിസ്ക്രിമിനേറ്റിംഗ് ബിറ്റ്വീൻ വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഡിഡക്ഷൻ. ഒരു ഡിഡക്ഷൻ ഇൻവാലിഡ് ആണെന്നും വാലിഡ് ആണെന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത 23 വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗുഡ് ഇൻ ഡീപ്പ് ഇക്കോളജി. ഡീപ്പ് ഇക്കോളജിയിലെ അൾട്ടിമേറ്റ് ഗുഡ് എന്താണ്? ഡീപ്പ് ഇൻട്രൻസിക് വാല്യൂ ആണ്. എല്ലാ ലിവിങ് ബീയിങ്സിനും ഒരു ഇൻട്രൻസിക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാനും ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡീപ്പ് ഇക്കോളജി. അതായത് ലൈഫ് ഇന്റർ കണക്ട് ചെയ്ത് ജീവിക്കുക. നമുക്ക് ഇക്കോളജിക്കൽ ബാലൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇക്കോളജിക്കൽ വാലിറ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിന് സെൻറ്റർ ആയിട്ട് ഹാർമണീസ് ആയിട്ടുള്ള നാച്ചുറും ഹ്യൂമൻ ബീയിങ്ങും തമ്മിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡീപ്പ് ഇക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ഒരു ഫിലോസഫി ലൈഫ് ചേഞ്ചിങ് ഫിലോസഫിയാണ്. സോഷ്യൽ പോളിസീസ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഹ്യൂമനും നോൺ ഹ്യൂമനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് വാലിഡിറ്റി? ട്രൂത്ത് റെഫേഴ്സ് ടു ആക്യുറസി ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് റിയാലിറ്റി ഇൻ വാലിഡിറ്റി. അതായത് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അക്യുറസി നോക്കിയിട്ട്, അതിൻ്റെ റിയാലിറ്റി നോക്കിയിട്ട് അതിൻ്റെ അക്യുറസി നോക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നോക്കിയിട്ടാണ്. അതാണ് ട്രൂത്ത്. അതിൻ്റെ വാലിഡിറ്റി
വാലിഡിറ്റി നോക്കുന്നത്. പക്ഷേ ഈ വാലിഡിറ്റി എന്ന് പറയുന്നത്, ട്രൂത്ത് എന്ന് പറയുന്നത് അതിൻ്റെ റിയാലിറ്റി നോക്കിയിട്ടും വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെന്റിന്റെ ലോജിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിയിട്ട്, ലോജിക്കൽ സ്ട്രക്ചർ കൊള്ളാമോ ഇല്ലയോ, ലോജിക്കൽ സ്ട്രക്ചർ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് അതിന്റെ വാലിഡിറ്റി നോക്കുന്നത്. ലോജിക്കലി ഇപ്പൊ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ രണ്ട് പ്രിമിസസും മൈനർ പ്രിമിസസും മേജർ പ്രിമിസസും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ അതിന് എന്താണ് ആർഗ്യുമെന്റ് വാലിഡ് അല്ലെന്നാണ് ലോജിക്കിൽ പറയുന്നത്. ഇനി എന്താണ് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് എ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്? ഒരു ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ പ്രോസസ് എന്താണ്? ഡിഡക്ഷനും ഇൻഡക്ഷനും. ഡിഡക്ഷൻ DGP, ജനറൽ ടു പർട്ടിക്കുലർ. ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്കാണ് ഡിഡക്ഷൻ പോകുന്നത്. ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നു. ദ പ്രോസസ് ഓഫ് ആൻ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഇൻവോൾവ് ചെയ്യുന്നത് ഒബ്സർവേഷൻസ് ഉണ്ടായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒബ്സർവ് ചെയ്യും. രണ്ടാമത് ആ ഒബ്സർവ് ചെയ്ത പാറ്റേൺ നമ്മൾ റിക്കഗ്നീഷൻ ചെയ്യും. രണ്ടാമത്തെ അതിനെ ജനറലൈസ് ചെയ്യും. മൂന്നാമത്തെ ഇവാലുവേഷൻ ചെയ്യും. നാലാമത്തത് അങ്ങനെയാണ് ഈ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് നമ്മൾ പറയുന്നത്. ഇൻഡക്റ്റീവ് റീസണിങ് നമുക്ക് കൺക്ലൂഷൻ ബേസ് ചെയ്യുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ ദ ലിമിറ്റഡ് എവിഡൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു.